welcome back to our channel Soniya's Kitchen. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നോൺ വെജ് ആണ് ഇടാറുള്ളത്. അപ്പോൾ ഇന്ന് അത് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. 6ഓളം ബീൻസ്, ഒരു ക്യാരറ്റ്, ഒരു വലിയ പൊട്ടറ്റോ, 1/2 കപ്പ് സോയാബീൻ, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, അതുപോലെ തന്നെ അരമുറി നാരങ്ങാനീര് വേണം, ഒരു ചെറിയ സവാള കൂടി അരിഞ്ഞത്. അപ്പോൾ അതേ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ചേർക്കാനായിട്ടാണ് സവാള, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഒരു ടൊമാറ്റോ, ഒരു ചെറിയ പീസ് പൈനാപ്പിളും കൂടി ആ ഒരു ഫ്ലേവർ വരുമ്പോഴേക്കും നമുക്ക് ആ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഗ്രീൻ പീസ്, 2 ടേബിൾ സ്പൂൺ തൈര്, ബൈ ലീഫ്, 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു പിടി മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിനയില. ഈ സോയാബീനിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആദ്യമേ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ നെകക്ക് മേളിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇതൊന്ന് കുക്കായി കഴിയുമ്പോഴേക്കും ഇതിന്റെ വെള്ളം ഊറ്റി കളയണം. എന്നിട്ട് വേണം ഇതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വേവാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. ഇനി ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്നാക്കി എടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ ആദ്യം ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഈ സവാളയൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ വറുത്തെടുത്ത് കോരി മാറ്റി വെക്കുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. ആ സോയാബീൻ ഇവിടെ വേവിച്ചെടുത്താണിത്. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ആ വെന്ത് വെള്ളം ഊറ്റി കളയുമ്പം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞും കൂടെ കളയണം. ഇനി ഇതുകൂടി ഒന്ന് ഈ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരി എടുത്ത് വെക്കാം. അപ്പോൾ വെന്തതായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ഈ സോയാബീനൊക്കെ വെന്തതായതുകൊണ്ട് തന്നെ നമുക്ക് തീ കൂട്ടിയിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണേലും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ ചതച്ചെടുത്ത പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടിയാണിത്. അപ്പോൾ ഇത് പേസ്റ്റ് പോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചേർക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതങ്ങ് കൂടുതൽ മൂത്ത് പോകും. അപ്പോൾ ഈ സവാളയൊക്കെ വഴന്ന് വരുമ്പോഴത്തേക്കും ഈ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറുകയും ചെയ്യും. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഈ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഈ ക്യാരറ്റും ബീൻസും കൂടി ഒന്നിട്ട് കൊടുക്കാം. കാരണം ക്യാരറ്റിനും ബീൻസിനും ഒക്കെ ഒരല്പം കൂടി വേവ് കൂടുതലുണ്ട്. കുറച്ചൊന്ന് വേവായി കഴിയുമ്പോഴേക്കും ബാക്കി പൊട്ടാറ്റോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ തന്നെയാണ് ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സാധാരണ ചീൻചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും ഇങ്ങനെ വെന്ത് വരാനായിട്ട്. ഇപ്പം വെള്ളം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി റൈസ് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് റൈസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പാത്രം ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഈ ഏലക്കാക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ബൈ ലീഫ് കൂടി ഇട്ട് കൊടുക്കാം.
സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ റൈസ് ഒരു 1 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ അരിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള അളവിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഞാനിവിടെ ഇപ്പം ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ചിലപ്പം ജീരകശാല അരിയുടെയൊക്കെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാൻ സാധാരണ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഈ ഒരു അളവിലാണ്. ഏത് ബിരിയാണി റൈസ് ആണെങ്കിൽ ഇന്ത്യ ഗേറ്റ് അല്ലെങ്കിൽ അബുക്കാസ് അതൊക്കെയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഈ ഒരു അളവിലാണ് വെള്ളം എടുക്കാറുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം എടുക്കാറ്. പിന്നെ ഇതൊന്ന് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അരിയുടെ. അപ്പോൾ ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ചോറ് വേവിക്കാനായിട്ട്. അപ്പം ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി ഇനി മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ റൈസ് വെന്ത് കിട്ടും. അപ്പോൾ ഇതിന് തീ കുറഞ്ഞിരുന്ന് വെന്തോട്ടെ. അപ്പോൾ ക്യാരറ്റും ബീൻസും ഒക്കെ ഏകദേശം ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇത്ര മസാല മതി. നമ്മൾ മുളക് പൊടി ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. മുളക് പൊടിക്കായിട്ട് ഞാൻ ആ പച്ചമുളക് അരച്ചെടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും. ആ 3 പച്ചമുളകിൻ്റെ എരിവെന്ന് പറയുന്നത് നല്ല എരിവുണ്ടാകും വെജിറ്റബിൾ ആകുമ്പോഴത്തേക്ക്. പിന്നെ ഇപ്പം അല്ലാതെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് കൂടെ കൂടുതൽ ചേർത്താൽ മതി. നമുക്ക് ആ ടേസ്റ്റ് തരുന്നത് ഈ ഗരം മസാലയും അതുപോലെ നമ്മുടെ മല്ലിയിലയൊക്കെ കൂടി ചേരുമ്പോഴത്തേക്കാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ മസാലയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ക്യാപ്സിക്കം, പൊട്ടാറ്റോ, ഈ ഗ്രീൻ പീസ് ഇത്തരം സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊട്ടും വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഒന്ന് ആവി കയറിയാൽ മതി, അപ്പോഴേക്കും ഇത് വേവും. പക്ഷെ നമ്മൾ സാധാരണ ഫ്രഷ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ആദ്യമേ ബീൻസൊക്കെ വേവിക്കുന്ന കൂട്ടത്തിൽ വേണം. ഫ്രഷ് ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ ഇട്ട് വേവിക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരമുറി നാരങ്ങാനീര്, തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി വീണ്ടും മിക്സ് ചെയ്ത് മൂടി വെക്കാം. അപ്പം ഞാനിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ആ തൈര് പൊടിയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഉപ്പ് കുറവാണ്. ഒരു 5 മിനിറ്റ് കൂടി ആയിട്ടുണ്ട് ഈ ലെമണും ഇതൊക്കെ ചേർത്തിട്ട്. ഇനി ഇതിലേക്ക് ഈ മിൻറ്റും മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പൈനാപ്പിൾ കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇനി അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ കുക്ക് ചെയ്യുമ്പം ഒന്ന് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. അപ്പോൾ ആ മൂടി വെച്ചിരിക്കുന്ന സമയം കൊണ്ട് തന്നെ കുറച്ച് നേരം കൊണ്ട് ആ ഫ്ലേവറൊക്കെ എല്ലാത്തിൻ്റെയും ഫ്ലേവറൊക്കെ ഇതിലേക്ക് ആയിക്കോളും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈസും ഇവിടെ റെഡിയാണ്. ഒരു 95% റൈസ് വേവായിട്ടുണ്ട്. ഇത്ര ഉള്ളതുകൊണ്ട് തന്നെ പാത്രം നിറഞ്ഞാണ് ഇരിക്കുന്നത്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയാണ് ചോറ് റെഡി ആയിരിക്കുന്നത്. ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള അളവിൽ വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പം അതിന് ദം ചെയ്യാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്.
അപ്പോൾ ദം ചെയ്യുമ്പോൾ ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 സ്പൂൺ പാലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ആ ചോറിനിടയ്ക്ക് ഒരു യെല്ലോ കളർ വരാനായിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുഡ് കളർ ഒന്നും ചേർക്കാതെ നമ്മൾ ഹോം മെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളതാണ് നമ്മൾ എപ്പോഴും ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യെല്ലോ കളറിനായിട്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമുക്ക് ദമ്മിട്ട് തുടങ്ങാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ആദ്യമേ കുറച്ച് ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല മിക്സ് ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. നമ്മൾ വിചാരിക്കും വെജിറ്റബിൾ ആണല്ലോ ഇതിന് ടേസ്റ്റ് കാണുമോ എന്നൊക്കെ, പക്ഷേ ഇതെല്ലാം കൂടി ഇതുപോലെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട്. കുറച്ച് കാഷ്യൂനട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, റീസൻസും. അപ്പോൾ അതുകൂടി നമുക്ക് ലാസ്റ്റ് ഒന്ന് മേളിൽ അതുകൂടി ഒന്ന് ഗാർണിഷിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഓനിയന് ഇതെല്ലാം കൂടി കുറേശ്ശെയായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ബ്ലാക്ക് കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. പിന്നെ അതിനൊരു ഒരു ചോറിൻ്റെ തന്നെ ടേസ്റ്റ് അങ്ങ് ഇച്ചിരി മാറിപ്പോകും. സോയാബീനോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പം വെജിറ്റബിൾസ് മുഴുവനുമായിട്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള കിസ്മിസും സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ആ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് നേരത്തേക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെക്കുക. അപ്പോഴത്തേക്കും ആ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ വരെ ആ ചൂട് വരും. അത് കഴിയുമ്പോഴത്തേക്കും ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 2 മിനിറ്റ് നേരവും കൂടി വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് ഇവിടെ റെഡിയാണ്. പിന്നെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ അത് ദമ്മൊന്ന് റെഡി ആവാനായിട്ട് വെക്കണം. ആ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മസാലയൊക്കെ ആ റൈസിലേക്ക് മിക്സ് ആയിക്കോളും. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ടോട്ടൽ 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.